Stars on Air. Stars on Air. The Celebrity Talk Show. റേഡിയോ മലയാളം 98.6 FM-ൽ സ്റ്റാർസ് ഓൺ എയറിന്റെ സമയമാണ്. ആൻഡ് ഈ ഒരു ടൈമിൽ നമ്മുടെ സ്വന്തം നോബി ചേട്ടനാണ് ഇന്നത്തെ ദിവസം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. വെൽക്കം ടു ദ ഷോ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരുപാട് സന്തോഷം. കാര്യം കുറെ നാളുകൾക്ക് ശേഷമാണ് ഖത്തറിൽ വന്നത്. എനിക്ക് തോന്നുന്നു ഒരു 8-9 വർഷമായി കാണും. അപ്പൊ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ? പിന്നെ ഭയങ്കര മാറ്റം. കാര്യം ഞാനൊന്ന് വേൾഡ് കപ്പ് സമയത്ത് വരണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. വരാൻ പറ്റിയില്ല. ഫുട്ബോൾ ഫാനാണോ? കളി കാണത്തില്ല. ഞാൻ TV ഇരുന്ന് ഭംഗിയായിട്ട് കളി കണ്ടു. ഇവിടെ വന്നാൽ ചിലപ്പോൾ അങ്ങനെ കാണാൻ പറ്റൂലായിരിക്കും. കാര്യം ടിക്കറ്റൊക്കെ കിട്ടാൻ പാടല്ലായിരുന്നു. അല്ലല്ല, വന്ന ഞങ്ങൾ എന്താണെങ്കിലും ഒപ്പിച്ച് തന്നേനെ. എനിക്കൊന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു വന്ന് കാണണമെന്ന്. അപ്പൊ ഞാൻ പ്ലാനിങ് ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഞാൻ എല്ലാ കളിയും ഇരുന്ന് കാണും. ഓക്കെ, ശരി. ഞാൻ നോബിചേട്ടനെ പറ്റി സെർച്ച് ചെയ്തപ്പം അതായത് ഫസ്റ്റ് പേയ്മെന്റ് കിട്ടിയത് 25 രൂപയാണെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോ കണ്ടതാണ്. അതൊരു ക്ലബ്ബുകാർ തന്നതായിരുന്നു. ഒരു 100 രൂപ തന്നു. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ 4 കൂടെ 25 വെച്ച് വീതിച്ചെടുത്തു. അത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അത് പണ്ടത്തെ യൂണിവേഴ്സിറ്റി പ്രതിഭകൾ മിക്സ് പരേഡ് ഉണ്ടായിരുന്നു. അപ്പൊ അന്നൊക്കെ ഓണത്തിന് ഈ യൂണിവേഴ്സിറ്റി പ്രതിഭകൾ എന്ന് പറഞ്ഞ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ അവരൊക്കെ 5 പരിപാടി 6 പരിപാടിയൊക്കെ പിടിച്ചിട്ട് ചിലപ്പോൾ വരാൻ പറ്റില്ല. ബസ്സിലൊക്കെ ആയിരിക്കും പോണേ. എന്നേപോലെ സ്വന്തമായിട്ട് വണ്ടിയൊന്നും ഇല്ലല്ലോ. ബസ്സിലൊക്കെ പോകുമ്പോൾ ചിലപ്പം തിരിച്ചു വരാൻ ബൈക്കൊക്കെ ആയിരിക്കും. ചിലപ്പോൾ തിരിച്ചു വരാൻ ലേറ്റാവും. ആ സമയത്ത് പരിപാടി വെക്കുകയും ചെയ്തു. അവർക്ക് വരാനും പറ്റില്ല. വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ ഞങ്ങളെ വിളിച്ചോണ്ട് പോയി സൈക്കിളിൽ. ഞങ്ങൾ അപ്പൊ ആ കാലൊക്കെ ഓർമ്മ. പിന്നെ കോമഡി സ്കിറ്റുകളിൽ നിന്നാണല്ലോ വരുന്നത്. ഇതൊരു കരിയർ ആയിട്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ സ്കിറ്റൊക്കെ കളിച്ച് നടക്കുമ്പോൾ വീട്ടിൽ നിന്നുള്ള ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ആദ്യം പിന്നെ സ്റ്റേജ് പരിപാടി എന്ന് പറയുന്നത് ജീവിതമാർഗമായിരുന്നു. കാര്യം ഒരു കാലത്ത് നമ്മുടെ ജീവിതം പിന്നെ സ്റ്റേജ് കൊണ്ട് മാത്രമായിരുന്നു. പിന്നെ ചെറിയ ചെറിയ കുഞ്ഞു ജോലികൾക്ക് പോകും. എന്നാലും സ്റ്റേജ് കാര്യം ഒരു 3 മാസമല്ലേ ഉള്ളൂ. ആ 3 മാസം കൊണ്ട് നമ്മൾ ഈ 1 വർഷം പിടിച്ചു നിൽക്കാനുള്ള നമ്മൾ ഉണ്ടാക്കണം. ചെറുത് കാര്യം അന്നൊക്കെ ഒരു കട്ടിൽ മേടിക്കുന്നതും ഒരു ഫാൻ മേടിക്കുന്നതും ഒരു ഷൂ മേടിക്കുന്നതും ഒക്കെ ഈ സീസണിലെ പരിപാടി കഴിഞ്ഞിട്ടാണ്. അതാണ് നമ്മുടെ ഒരു ഇൻകം ഒരു വർഷത്തിൽ. പിന്നെ കുഞ്ഞു കുഞ്ഞു പരിപാടികളും അങ്ങനെയൊക്കെ ചെറിയ പരിപാടികളൊക്കെ ഏറ്റവും വെക്കൊണ്ടിരുന്നത്. ചേട്ടന്റെ ലൈഫിൽ നമുക്കൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാൻ പറ്റുന്നല്ലേ കോമഡി സ്റ്റാർസ്? തീർച്ചയായിട്ടും. ഇപ്പോഴും എനിക്ക് തോന്നുന്നു നോബി എന്ന് പേര് കേൾക്കുമ്പോഴത്തേക്ക് കുറെ പേർക്ക് എല്ലാവർക്കും കോമഡി സ്റ്റാർസിൽ നോബി അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയായിരുന്നു. പിന്നെ അത് കുറെ നാൾ കഴിഞ്ഞപ്പോൾ സ്റ്റാർ മാജിക് എന്നായി. സ്റ്റാർ മാജിക് ഒരു 8 വർഷം അപ്പൊക്കൊണ്ടത് അങ്ങനെയായി. ഇപ്പോഴും സിനിമയെന്ന് പറയണില്ല. എന്നാലും മറ്റേ സിനിമയിലൊക്കെ ഉണ്ടായിരുന്നല്ലേ. ഒരുപാട് സിനിമകൾ ചേട്ടൻ ചെയ്തിട്ടുണ്ട്. 100ഓളം സിനിമയ്ക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെയും ചെയ്തിട്ടുണ്ട്. ഇതില് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമുക്ക് തന്നെ കുറച്ച് ചാലഞ്ചിങ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു റോൾ ഏതാണ്? ഇപ്പൊ ലൈഫ് ഓഫ് ജോസൂട്ടി ചെയ്തിട്ടുണ്ട്. നല്ല ക്യാരക്ടറായിരുന്നു. വ്യസന സമയത്തിൽ ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഒരു പാറ്റേൺ, ഒരു ചിരിപ്പിക്കുന്ന ഒരു അങ്ങനെ കാര്യം കോമഡി സ്റ്റാർസ് കണ്ടിട്ടാണ് പല ഡയറക്ടേഴ്സും നമുക്കൊരു അവസരം തന്നത്. അപ്പം ഇതും അതുപോലെ പിന്നെ നമുക്ക് അങ്ങനെ കിട്ടുന്ന ക്യാരക്ടറൊക്കെ ചിരിപ്പിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആണ് എനിക്ക് വിപിൻ ദാസ് വാഴയിൽ ഒരു ക്യാരക്ടർ തന്നത്. അപ്പൊ അതിനുശേഷം പിന്നെ കുറച്ച് ഇങ്ങനെ ക്യാരക്ടർ വേഷങ്ങൾ 2-3 ചെയ്ത് വെച്ചിട്ടുണ്ട്. വാഴ പറഞ്ഞപ്പോഴാണ് വാഴ 2 എല്ലാരും കട്ട വെയിറ്റിംഗ് ആണ്. അതെ, വാഴ 2 വലിയൊരു പടമാണ്. അതിന്റെ ഷൂട്ടിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടനുണ്ടോ അതില്? അതൊരു അറിഞ്ഞൂടാ, ഇതുവരെ ഒന്നും ആയിട്ടില്ല. കാര്യം അത് വേറൊരു കഥയാണ്. കണക്റ്റഡ് ആണ്, പക്ഷെ വേറെ ആർട്ടിസ്റ്റുകളാണ് അതിനകത്ത് വരുന്നത്. അതെ, നമ്മളത് ക്ലൈമാക്സിലൊരു സാധനം ഇട്ടിട്ടുണ്ട് പടത്തില്. വ്യസന സമേതം ബന്ധുമിത്രാദികൾ സിനിമയിലെ മിസ്റ്റർ മരുമകനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്താ വോയിസ് ഇല്ലാത്ത മരുമകൻ ക്യാപ്ഷൻ? ഇല്ല, അങ്ങനെയല്ല. ഈ പടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതായത് പിന്നെ ഇതൊരു തിരുവനന്തപുരം ബേസ്ഡ് സബ്ജക്റ്റ് ആണ്. അതായത് തിരുവനന്തപുരത്തു നിന്നല്ല, കേരളത്തിൽ എവിടെയും അങ്ങനെയാണ്. കാര്യം ഒരു വീട്ടിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലും, ഡെഡ് ബോഡി കാണും, തിരിച്ചു വരും. അല്ലെങ്കിൽ ആ മരിച്ച ആളിന്റെ മകനെയോ മകളെയോ നമുക്ക് പരിചയം ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കും. നമ്മൾ ബന്ധുക്കളാണെങ്കിൽ കുറച്ചു നേരം നമ്മൾ അവിടെ നിൽക്കും, തിരിച്ചു വരും. പക്ഷെ ഈ ചിത്രത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ആരും കാണാത്ത കുറെ കാഴ്ചകളുണ്ട് ഈ മരണവിടന് ചുറ്റും. നമ്മൾ ബോഡിയുടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ വീട്ടിന്റെ ബാക്കിൽ വേറെ സംഭവങ്ങളായിരിക്കും, അല്ലെങ്കിൽ വീടിന്റെ സൈഡിൽ വേറെ സംഭവങ്ങളായിരിക്കും, ഈ വീടിന്റെ ഗേറ്റിന്റെ അവിടെ വേറെ സംഭവങ്ങളായിരിക്കും. ഇതെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ടുള്ളതാണ് ഈ ചിത്രം. കാര്യം കുറെ സിനിമ ജാനമനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ചിത്രത്തിൽ പിന്നെ അതായത് നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു മരണം വെട്ടി ചെന്നിരിക്കുന്ന ഫീൽ ഈ ചിത്രത്തിനുണ്ട്. ഒരു കുഞ്ഞു സിനിമയാണ് ഇത്. ഒരു തിരുവനന്തപുരം സ്റ്റൈലാണ് പടം. അത് നമ്മൾ കേട്ടിട്ടുള്ള മറ്റേ എന്ത് തള്ള പിള്ളെ അങ്ങനത്തെ അല്ല. അതായത് തിരുവനന്തപുരത്തിന്റെ ഒരു പഴയ സംസാര രീതിയുണ്ട്. വെഞ്ഞാറമ്മൂട്, ഈ നമ്മുടെ തോന്നയ്ക്കൽ, വേങ്ങോട്, ആറ്റിങ്ങൽ സൈഡിലുള്ള ഒരു പ്രത്യേകതരം സംസാരമുണ്ട്. ഇപ്പം ഞാൻ ആ നാട്ടുകാരനാണെങ്കിൽ പോലും ഡയറക്ടർ വിപിൻ തോന്നയ്ക്കലാണ്. വിപിൻ എഴുതിയ സ്ക്രിപ്റ്റാണ്. അപ്പൊ ആ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ പക്ക അതേ ഡയലോഗ് തന്നെ പറയണം. ബാക്കി ഞങ്ങളെല്ലാം ട്രിവാൻഡ്രത്ത്. ആ പടത്തിൽ അനശ്വര കണ്ണൂരുകാരി, സിജു സണ്ണി പത്തനംതിട്ടക്കാരൻ. അപ്പൊ ഇതിനകത്ത് എല്ലാവർക്കും അത്യാവശ്യം ആ ലാംഗ്വേജ്
വൈജോണ്ണൻ ട്രിവാൻഡ്രം, മല്ലിക ചേച്ചി. അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റും. എന്നാലും ചില വാക്കുകൾ നമുക്ക് പിടികിട്ടൂല. അത് പക്കയായിട്ട് സ്ക്രിപ്റ്റ് ആക്കി വിപിൻ എഴുതി അത് പഠിപ്പിച്ചു. അനശ്വരയ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ വിപിൻ അത് ഭംഗിയായിട്ട് പറഞ്ഞ് അത് കൊടുത്തു, നന്നായിട്ട് ചെയ്തിട്ടുണ്ടത്. ഈ മരണ വീട്ടില് പ്രണയം നമ്മൾ കണ്ടിട്ടുണ്ട്, മഹേഷിന്റെ പ്രതികാരം സിനിമയിനകത്ത്. അതേപോലെ തന്നെ ഇപ്പൊ നേരത്തെ കുറെ സിനിമകൾ പറഞ്ഞു. ഇതില് നമുക്ക് കുറെ കോമഡി സംഭവങ്ങളാണ്, കുറെ കോമഡി, നമ്മൾ ചിന്തിക്കാത്ത തലങ്ങളിലേക്ക് കുറെ കോമഡി സംഭവം. വലിയ കഥയൊന്നുമില്ല ഈ പടത്തിൽ, ചെറിയൊരു പടം. ഒരു 2 മണിക്കൂർ നമ്മളൊരു മരണത്തിന് പോയിട്ട് ചിരിച്ചിട്ട് തിരിച്ചു വരണ ഫീലാണ്. അത് അടിപൊളി സംഭവം. മരണത്തിന് പോയിട്ട് നമുക്ക് ചിരിച്ചിട്ട് തിരിച്ചു വരാം. പഴയ കാലത്ത് ഇപ്പൊ നമ്മളെ ചിരിപ്പിച്ചിരുന്ന ആൾക്കാർ, ഇപ്പൊ ഇന്ദ്രൻ സേട്ടൻ, സലീം കുമാർ ഏട്ടൻ, ഇവരൊക്കെ പിന്നെ അങ്ങോട്ടേക്ക് കുറച്ച് സീരിയസ് ക്യാരക്ടേഴ്സിലേക്ക് അല്ലെങ്കിൽ വില്ലൻ ക്യാരക്ടറിലേക്കൊക്കെ വരുന്നത് നമ്മൾ കണ്ടു. നോബി ചേട്ടൻ അങ്ങനെ ഒരു ട്രാൻസിഷൻ വരണം എന്നൊരാഗ്രഹം ഉണ്ടോ? അതായത് വേറെ ചിരിപ്പിക്കാനാണ് ഭയങ്കര പ്രയാസം. ക്യാരക്ടർ വേഷം പിന്നെ നമുക്ക് സ്റ്റേജിൽ ചിരിപ്പിക്കുന്നത് ഭയങ്കര ചലഞ്ചായിരുന്നു ഒരു കാലത്ത്. സ്റ്റേജിൽ ചിരിപ്പിക്കുക ഭയങ്കര, അത് ഇന്നാണ് ഏറ്റവും വലിയ പാട്. ഇന്നത്തെ ഓഡിയൻസിനെ ചിരിപ്പിക്കാൻ വലിയ പ്രയാസമാണ്. സിനിമയിൽ നമുക്ക് ചിരിപ്പിക്കാം, ചെറിയ ചെറിയ ഇതൊക്കെ പറഞ്ഞ്. സ്റ്റേജിൽ ചിരിപ്പിക്കാൻ വലിയ പാടാണ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ ആദ്യം മിമിക്രി ആയിരുന്നല്ലോ, മിമിക്രി കോമഡി സ്കിറ്റൊക്കെ ആയിരുന്നു. എന്നിട്ടാണ് ഇങ്ങനെ, അതായത് ഇപ്പൊ സലീംകുമാർ ഏട്ടനായാലും സുരാജണ്ണായാലും അവരൊക്കെ മിമിക്രി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കോമഡി ചെയ്ത ആൾക്കാരെ ചിരിപ്പിച്ചു. അവരെല്ലാം ക്യാരക്ടർ വേഷത്തിലേക്ക് മാറി. എനിക്കും ആഗ്രഹമുണ്ട് ഇതുപോലെ ക്യാരക്ടർ വേഷമൊക്കെ ചെയ്യാനായിട്ട്. ഒക്കെ കിട്ടിയ ഭാഗ്യം. അതെ, നമ്മൾ കാത്തിരിക്കുകയാണ് അങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടല്ല, അങ്ങനെ ഒരു റോളിൽ ചാട്ടം വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗിലാണ്. സന്തോഷം. പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പൊ ഓഡിയൻസ് ഒക്കെ ലൈക്ക് ഒരു സ്റ്റേജ് ഷോസ് ഒക്കെ കാണുകയാണെങ്കിൽ അവരെ ആറ്റിറ്റ്യൂഡ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, നീ എന്നെ ചിരിപ്പിക്കുക, അതൊക്കെ അങ്ങനെയുള്ള ഒരു റിയാക്ഷൻ. ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ, ഞങ്ങളൊക്കെ പണ്ട് മിമിക്രി കളിക്കുന്ന സമയത്ത് ഒരു പ്രോഗ്രാം ചിലപ്പം വെളുപ്പിന് 4 മണിക്കൊക്കെ ആയിരിക്കും ഒരു പ്രോഗ്രാം തുടങ്ങുന്നത്. 2ഉം 3ഉം പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ ആ സമയത്ത് അതായിരുന്നു ടാർജറ്റ്. വെളുപ്പിന് 4 മണിക്കും 5 മണിക്കും ആൾക്കാരെ ചിരിപ്പിക്കണം. ഫ്രണ്ടിൽ ചിലപ്പോൾ 3 പേര് ഉറക്കമായിരിക്കും, ബാക്കി 5-6 പേരായിരിക്കും ആസ്വദിക്കുന്നത്. അതായിരുന്നു നമ്മളെ ചലഞ്ച് വെളുപ്പിന്. അത് ഒരു ലാഗ് പോലും ഇല്ലാതെ കർട്ടൻ വലിച്ചു കെട്ടി, അത് രാവിലെ വന്ന് കർട്ടൻ കെട്ടണം, ബോക്സ് എടുത്ത് വെക്കണം, ലൈറ്റ് കെട്ടണം, ഇതെല്ലാം ചെയ്തിട്ട് വേണം പരിപാടി കഴിഞ്ഞ് ഇതെല്ലാം തിരിച്ച് വണ്ടിയിൽ കയറ്റിയിട്ട് വേണം തിരിച്ച് വീട്ടിൽ പോകാൻ. വീണ്ടും ചെന്ന് കിടക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ 9-10 മണിയൊക്കെ ആവും. അന്നും പിറ്റേന്ന് ചിലപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും അടുത്ത കുളിച്ച് റെഡിയായി വണ്ടിയിൽ കയറി അടുത്ത പ്രോഗ്രാം സ്പോട്ടിലോട്ട് പോകണം. നമ്മൾ ഒരുപാട് കോമഡി സ്കിറ്റുകളും കോമഡി ഷോസും സ്റ്റേജ് പ്രോഗ്രാംസും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. സോ സാധാരണയായിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിന് സെപ്പറേറ്റ് ആയിട്ട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ടാവും? ഒരുപാട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട്. നമുക്ക് പല കോമഡി സ്റ്റാഴ്സിലും ഉണ്ടായിരുന്നു, എല്ലാ പ്രോഗ്രാമിനും റൈറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട് എഴുതുന്ന പിള്ളേരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും എല്ലാവരും കൂടി ഇരുന്നിട്ട്. ഒരു സ്കെൽറ്റൻ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് ചിരി കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും എക്സ്ട്രാ കുറെ സാധനങ്ങൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. ഏതാ സുഖം? നമുക്കൊരു സ്ക്രിപ്റ്റഡ് സാധനം ചെയ്യാനാണോ സുഖം, അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മളെ കയ്യിൽ നിന്ന് സാധനം എടുത്തിട്ടിട്ട് ചെയ്യാനാണ്? അങ്ങനെയല്ല, നമുക്ക് ചെയ്യുമ്പോൾ ഒരു സ്കെൽറ്റൻ വേണം. എന്തെങ്കിലും ഒരു ഇതില്ലാതെ നമുക്ക് കയറി കഴിഞ്ഞാൽ കാര്യമില്ല. അങ്ങനെ ഒന്നുമില്ലാതെ കയറി കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. ഇപ്പോൾ ഒരാളൊരു ഇങ്ങനൊരു സാധനമുണ്ട്, നമുക്കിത് എന്തൊക്കെ ചെയ്യാം എന്നൊരാളൊരു സാധനം ഒരു റൂട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിനകത്ത് ഇരുന്ന് ഡെവലപ്പ് ചെയ്യും. ഡെവലപ്പ് ചെയ്ത് കയറി കളിക്കുമ്പോൾ പിന്നെ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് പറഞ്ഞാൽ പോകും. ജഗദീഷ് ഏട്ടനായിട്ടുള്ള ഒരു കോംബോ, ബിക്കോസ് കോമഡി സ്റ്റാർസിൽ ഉണ്ടായിരുന്നു. ഭയങ്കര സപ്പോർട്ടാണ് ജഗദീഷ് ഏട്ടൻ. കാര്യം ജഗദീഷ് ഏട്ടൻ കോമഡി സ്റ്റാർസ് ചെയ്യുന്ന സമയം മുതലേ നമുക്കൊരു മോട്ടിവേറ്റർ ആയിരുന്നു. പുള്ളിയെടുത്ത് എന്ത് കാര്യങ്ങളും നമുക്ക് ചോദിക്കാം, എന്ത് സംശയം വന്നാലും ചോദിക്കാൻ പറ്റുന്ന ആളായിരുന്നു. കാര്യം നമുക്ക് ഈ സിനിമാക്കാരുമായിട്ട് അടുത്ത ബന്ധമുള്ളത് ജഗദീഷ് ഏട്ടനൊക്കെയാണ്. കാര്യം ഒരു സിനിമാറുമായിട്ട് കൂടുതൽ സംസാരിക്കണം ജഗദീഷ് ഏട്ടൻ, കൽപ്പന ചേച്ചി, അബീക്കൊക്കെ ആയിരുന്നു. ഒരു കാലത്ത് ഇവരൊക്കെ ആയിരുന്നു നമ്മളെ അടുത്തുണ്ടായിരുന്നത്, ടിനി ടോം. അപ്പം ഇവരായിരുന്നു നമ്മുടെ ആദ്യകാലത്ത് നമ്മുടെ ഏറ്റവും അടുത്ത സിനിമാക്കാർ. ഇന്നും നമുക്ക് ഓരോ കാര്യങ്ങൾ വന്നാലും നമുക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ. അവരൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇന്നിങ്ങനെ കുറച്ച് സിനിമയിൽ അവസരം കിട്ടിയത്. ഇപ്പൊ ഈ സിനിമാ സെറ്റിലൊക്കെ ഇതുപോലെ നമ്മളായിട്ട് ഇപ്പം ഇരുന്നിട്ട് ഭയങ്കര കോമഡി അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഭയങ്കര വൈബ് വർക്ക് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ആരാ? ഷാജു പാലക്കാട്. ഷാജു അണ്ണൻ ഭയങ്കര, കാര്യം പുള്ളി എനിക്കൊരു ഭയങ്കര മോട്ടിവേറ്ററാണ്. ഷാജു അണ്ണൻ ഞാൻ തുടക്കകാലത്ത് വന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഷാജു പാലക്കാട്. അദ്ദേഹം ഭയങ്കര ഹ്യൂമർ സെൻസിന്റെ ആളാണ്. പിന്നെ അതുപോലെ നമ്മുടെ ബ്രദർ സുരാജ് അണ്ണനൊക്കെ നമുക്ക് കാര്യം ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ വന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടും ഇപ്പോഴും. കാര്യം ഞങ്ങളൊക്കെ പുള്ളിയുടെ മിമിക്രിയൊക്കെ കണ്ട് ഒരുപാട് സ്റ്റേജിൽ ചിരിച്ച ആൾക്കാരാണ്. പിന്നെ സിനിമയിലോട്ട് വന്നപ്പം പുള്ളിയുടെയൊക്കെ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു
ധൈര്യം ഉണ്ടായിരുന്നു നമുക്ക് സിനിമയിൽ ഇവരൊക്കെ ഉണ്ടെങ്കിലേ ഇപ്പൊ നമ്മളൊരു ലൊക്കേഷൻ ചെന്ന് കഴിഞ്ഞപ്പോ സുരാജണ്ണനോ നമുക്ക് വേണ്ടപ്പെട്ടവരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ധൈര്യമുണ്ട്. ഉണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ ഒരു ധൈര്യമുണ്ട്. അത് ഭയങ്കര ഇതാണ്. കാര്യം നമ്മളെ പണ്ട് ഈ നഴ്സറിയിൽ കൊണ്ടാക്കൂലേ കുട്ടികളെ, അപ്പൊ ഒരു ചെറിയ ടെൻഷൻ കാണുമല്ലോ. അപ്പൊ ആ വീട്ടിന്റെ അടുത്തുള്ളൊരു ആളുണ്ടെങ്കിൽ അവനൊരു ധൈര്യം കിട്ടും. അതേപോലെ ആയിരുന്നു നമുക്ക് ഈ ലൊക്കേഷൻ ചെല്ലുമ്പോൾ ഇങ്ങനെ അടുത്ത് നമുക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര ധൈര്യമായിരിക്കും. ചേട്ടന്റെ മോന് ഇപ്പൊ സിനിമകളൊക്കെ കണ്ടതിന് ശേഷം ഇനി ഇതാണ് അച്ഛന്റെ ഫേവറേറ്റ് മൂവി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടോ? എന്റെ മോനിപ്പോ 9 വയസ്സായി. ജനിച്ച സമയത്ത് എനിക്ക് മീശ ഉണ്ടായിരുന്നു. പിന്നെ ഇവനെ കണ്ടിട്ടുള്ളതെല്ലാം താടി വെച്ചിട്ട് മീശ വെച്ചിട്ടുമാണ്. ഇപ്പൊ വലുതായല്ലോ അവൻ. ഞാനിപ്പോ 8 വർഷത്തിന് ശേഷമാണ് ക്ലീൻ ഷേവ് ചെയ്യുന്നത്. അതുവരെ ഞാൻ ഫുൾ താടിയായിരുന്നു. കോവിഡ് സമയത്തൊക്കെ ഭയങ്കര താടിയായിരുന്നു. ഇപ്പോഴും ഈ കുറച്ച് ദിവസമാണ് ഞാൻ പിന്നെ താടി എടുത്തിട്ട് അനുമാനന്റെ ഒരു പടം ചെയ്തോണ്ടിരിക്കുന്നത്. ഇതായിരുന്നു പണ്ട് ഞാൻ കോമഡി ഷാറ്റ്സിൽ ഫുൾ ക്ലീൻ ആണ്. അന്ന് ഈ ഫീമെയിൽ ചെയ്യുന്നോണ്ട് മീശം താടി വെക്കാൻ പറ്റില്ല. സ്റ്റേജിലൊക്കെ ഫീമെയിൽ ചെയ്യുമല്ലോ. അപ്പൊ അന്ന് മീശം താടിയൊക്കെ മാറ്റിയിട്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ ആ സ്റ്റേജ് പരിപാടി നടത്തി പിന്നെ താടിയായിട്ട് മീശം താടിയായിട്ട് പോയിട്ട് പിന്നെ ഇപ്പൊ അനൂപണ്ണന്റെ ആ പടം ചെയ്തോണ്ടിരുന്നപ്പം ഞാൻ താടി എടുത്തു. കാര്യം കുറെ പടത്തിൽ അടുപ്പിച്ച് താടിയുണ്ട്. ഞാനങ്ങ് എടുത്തു. താടിയെടുത്ത് മീശ മാത്രം വെച്ചോണ്ടിരുന്നിട്ട് അപ്പൊ ആ സമയത്താണ് ഇപ്പൊ ആട് 3യുടെ ഷോട്ട് തുടങ്ങി. ആട് 3 ഇപ്പൊ ഗെറ്റപ്പ് എല്ലാവർക്കും പല പല ഗെറ്റപ്പാണ്. അങ്ങനെ അവിടെ നിന്നിട്ട് ഫുൾ ക്ലീൻ ഷേവ് ചെയ്തു. ക്ലീൻ ചെയ്തപ്പോൾ മോൻ വെക്കേഷൻ പോയിരിക്കായിരുന്നു വൈഫിന്റെ വീട്ടില്. ഒരു വീഡിയോ കോൾ ചെയ്തിട്ട് എന്നെ കണ്ട് ഞാൻ വീഡിയോ കോൾ എടുത്തു. അമ്മ കൊടുത്തു. എന്നെ നോക്കിയിട്ട് ഒറ്റ കരച്ചിൽ. ഭയങ്കര കരച്ചിലായിരുന്നു. ഭയങ്കര കരച്ചിൽ. കുറെ നേരം കൊണ്ട് കരച്ചിൽ. പിന്നെ ഞാൻ പോയി അവിടെ പോയിട്ടാണ് അവനൊരു ബുദ്ധിമുട്ട് പോലെ മാറിപ്പോയല്ലോ. ചേട്ടനെ ഫുഡി ആയിട്ടുള്ള ആളാണ്. നല്ല ഭക്ഷണം കഴിക്കും. ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള ഭയങ്കര കംഫർട്ട് ഫുഡ് ഏതാ? എപ്പോ കിട്ടിയാലും കഴിക്കും എന്നുള്ള? അങ്ങനെയല്ല, എനിക്ക് അങ്ങനെ ഒരു വാശിയില്ല. എന്തായാലും കഴിക്കും. എന്ത് കിട്ടിയാലും കഴിക്കും. നല്ലൊരു ഫേവറേറ്റ് സംഭവം ഉണ്ടായിരുന്നു. ഫേവറേറ്റ് സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫേവറേറ്റ് എന്ന് പറയുന്നത് ഊണാണ്. ഊണെന്ന് സാധാ ചോറും എപ്പോഴും ചമ്മന്തി വേണം എനിക്ക്. വീട്ടിലാണെങ്കിൽ പുളിശ്ശേരി ഉണക്കമേ വറുത്തത്. അതാണ് എന്റെ ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച് ചേട്ടാ. വ്യസനസമേതം ബന്ധുമിത്രാദികൾ സിനിമ ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ. ഇനിയും ശരിക്കും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ലൈഫിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കാം. സോ യെസ്, ഇത്രയും നേരം വിശേഷങ്ങളുമായി സ്റ്റാർസ് ഓൺ എയറിൽ നോബി മാർക്കോസ് ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇനി മറ്റൊരു ദിവസം മറ്റൊരു സ്റ്റാറിന്റെ കൂടുതൽ വിശേഷമായിട്ട് വരാം. ഓൺ ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ പാർവതി സൈനിങ് ഓഫ്.